പഠിച്ചോനെ നിങ്ങള് കാത്തോളി. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ബലൂൺ ഹാക്സ്. ബലൂൺ ഹാക്സ് പാർട്ട് 2 ആണിത്. പാർട്ട് 1 കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ എന്താ പറയുക, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ എന്താ പറയുക, അപ്പൊ അതിൽ നേരം കളയാനില്ല നമ്മൾ വർത്താനം പറഞ്ഞിട്ട് വീക്ക് നമ്മുടെ ഹാക്സിലേക്ക് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹാക്കിന് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു ഹാക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭീകരമായ ഒരു ഹാക്കാണ്. അപ്പൊ ആ ഹാക്കിന് വേണ്ടിയിട്ട് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇതുപോലെ ഒരു കമ്പി എടുക്കുക, കമ്പി അല്ലെങ്കിൽ ഒരു സ്ക്യൂർ എടുക്കുക, അതിൽ എണ്ണ തേച്ചതിന് ശേഷം അല്ലെങ്കിൽ എണ്ണയിൽ മുക്കിയതിന് ശേഷം നമ്മുടെ ബലൂണിന്റെ ഉള്ളിൽ കൂടെ കുത്തി ഇറക്കി കഴിഞ്ഞാൽ ബലൂൺ പൊട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഹാക്ക് വർക്കൗട്ട് നമുക്ക് ടെസ്റ്റ്. ഇപ്പോഴാണ് ശരിക്കും ശശിയായത്. അപ്പൊ നമ്മൾ ഈ ഒരു ഹാക്ക് നമുക്ക് ഫ്ലോപ്പ് ആയി വന്നേക്കാണ്. ഇത് സക്സസ്ഫുൾ ആകുമോ ആവില്ല എന്ന് എനിക്കറിയില്ല. ആയിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്കിത് ഫ്ലോപ്പ് ആയി പോയി. ഞാൻ അതിന് മാർക്ക് കൊടുക്കണില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കറിയില്ല നമ്മുടെ ഇതിന്റെ ഞാൻ ചെയ്തതിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിയില്ല. അത് കാരണം നമ്മൾ ഈ ഒരു ഹാക്ക് എന്താ പറയാ മാർക്ക് ഒന്നും ഇടല്ല. നിങ്ങൾ തന്നെ എന്തെങ്കിലും മാർക്ക് ഇട്ടോ. അപ്പൊ ഇത് സക്സസ്ഫുൾ ആണോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഹാക്കിൽ ഒരു ബലൂൺ പൊട്ടില്ല എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവർ പറയുന്നത് ഹാൻഡ് വാഷ് എടുത്തിട്ട് ഇതിന് തേച്ച് കൊടുത്തിട്ട് സൂചിയിട്ട് കുത്തണമെങ്കിൽ ബലൂൺ പൊട്ടില്ല എന്ന്. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ കയ്യോടെ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യം. അപ്പൊ ഈ ഹാൻഡ് വാഷ് ഇങ്ങനെ തുറക്കണോണ്ടൊന്നും വിചാരിക്കരുത്. ഹാൻഡ് വാഷ് ഞാൻ തുറന്നിട്ട് കിട്ടും, അതെന്താ വരണില്ല. അതിന് നേരെ ഇല്ല, കളയാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഹാക്ക് അടിപൊളിയായിട്ട് പൊട്ടി പാളിസായി പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 3 ബലൂൺ ഇപ്പൊ പൊട്ടിത്തെറിച്ച് പോയി. അപ്പൊ ഇനി ആകെ ഒരു കുറച്ച് ബലൂൺ കൂടിയുള്ള, അത് വെച്ചിട്ട് നമുക്ക് അടുത്ത ഹാക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു ഹാക്കിൽ നമ്മൾ 10 നമുക്ക് 0 മാർക്കണം. ഇതൊക്കെ വല്ലവർക്കും സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്താ ഇനി അടുത്ത ഹാക്കിലേക്ക് പോവാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, ഇവര് പറയുന്നത് ഇത് പച്ചവെള്ളമാണ്, ഇത് നല്ല ചൂടുവെള്ളമാണ്. അപ്പൊ ഈ ചൂടുവെള്ളത്തിൽ വെച്ചാൽ ബലൂൺ വലുതാവുന്നു, അതുപോലെ പച്ചവെള്ളത്തിൽ വെച്ചാൽ ബലൂൺ ചെറുതാവുന്നാണ് പറയുന്നത്. വെച്ചാൽ ഒന്ന് വീർക്കില്ല എന്ന് പറയുന്നത്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അത് കൊള്ളാല്ലേ, മാറ്റി വെച്ചോക്കാം. അപ്പൊ ഇതൊരു സക്സസ്ഫുൾ ഹാക്കാണ്. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പുറത്തെ ബലൂൺ നോക്കിയാട്ടോ. അപ്പൊ ഇതൊരു സക്സസ്ഫുൾ ഹാക്കാണ് കേട്ടോ. അപ്പൊ ഇത് സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ നമ്മുടെ ചൂടുവെള്ളത്തിൽ വെച്ചപ്പോൾ നമ്മുടെ ബലൂൺ വലുതായി, പച്ചവെള്ളത്തിൽ വെച്ചപ്പോൾ നമ്മുടെ ബലൂൺ വലുതായില്ല. അപ്പൊ ഒരു പറഞ്ഞ സത്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് 10 മാർക്ക് കൊടുക്കാം. അപ്പൊ ഇതിന്റെ സയന്റിഫിക് റീസൺ എന്താണെന്ന് നിങ്ങൾ അറിയണവര് താഴെ കമന്റ് ചെയ്യാം. ഇത്തവണ ഞാൻ പറഞ്ഞിട്ടില്ല, ഇത്തവണ നിങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള റീസൺ പറയണവര് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പിൻ ചെയ്യാനതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്കിത് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്കിൽ എന്ന് പറയുന്നത് ഇവര് പറയണത് ഒരു ബലൂൺ എടുത്തേക്കാണ്. അതിനുശേഷം ഒരു ക്ലോത്തിൽ അങ്ങനെ റബ്ബ് ചെയ്യാണ്. അതിനുശേഷം കുറച്ച് ഉപ്പും പെപ്പറും തോന്നുന്നു ഇട്ടേക്കണ്. അതിലേക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ ആ പെപ്പറൊക്കെ ഇതിലേക്ക് ഒട്ടി പിടിക്കണതായിട്ട് കാണിക്കണം. അപ്പൊ നമ്മളിതേ ഇവിടെ ഒരു പാത്രത്തിൽ ഉപ്പും അതിന്റെ മുകളിൽ കുറച്ച് പെപ്പറും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഹാക്ക് ഒക്കെ ഉണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഹാക്കിൽ എന്ന് പറയുന്നത്
കണ്ടാ നിങ്ങൾ കുരുമുളക് പൊടി കറക്റ്റ് ആയിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിലൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പൊങ്ങണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇതൊക്കെ കഴിക്കുന്നത് താഴ്ത്തി വീണ് പോയിട്ടോ. അപ്പൊ ഇത് സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ ഉള്ളിട്ട് ഉരയ്ക്കുമ്പോൾ അതില് ഒരു എന്താ പറയാ ഇലക്ട്രോൺസ് ഇതിലേക്ക് കയറാണ്. എന്നുവെച്ചാൽ ഇലക്ട്രോൺസ് ഇതിലുണ്ടാവും, നെഗറ്റീവ്ലി ചാർജ് ആവാണിത്. അപ്പൊ എന്താണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് അപ്പൊ പോസിറ്റീവ്ലി ചാർജ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ അത് ഇതിലേക്ക് അട്രാക്ട് ചെയ്യാണ് ചെയ്യണത്. നമ്മുടെ പെപ്പറൊക്കെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുക ചെയ്ത് ഇതുപോലെ പതി നമ്മൾ നല്ലോണം ഒരച്ചതിന് കുരുമുളക് പൊടിയാണ് ഞാൻ ഉരയ്ക്കണം. എന്താ എനിക്കറിയില്ല. നല്ലോണം ഒരച്ചതിന് ശേഷം നമ്മുടെ തലമുടിയിലേക്ക് ആക്കി കഴിച്ചതേ എനിക്കറിയാൻ പറ്റുന്ന തലമുടി ഇങ്ങനെ ഇത് എനിക്ക് മുട്ടാണത്. എന്നിട്ട് ഇതേ ഓരോരുത്തരും വന്ന് മുട്ടി മുട്ടി കൊണ്ട് കണ്ടുണ്ടാവില്ലേ. അത് ഞാൻ ചെറുക്കുന്നത് നല്ലോണം അരച്ചു. അപ്പൊ ഇവിടെ അതുണ്ടാവും നമ്മുടെ മുടിയൊക്കെ പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടാവാണ് ധരിക്കുമ്പോൾ. അപ്പൊ അവിടെ എന്താ നെഗറ്റീവ്ലി ചാർജഡ് ആണ്. അപ്പൊ അത് ഇത് കൂടിയിട്ട് ഒട്ടി പിടിക്കും. അപ്പൊ തന്നെ ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്നല്ല പറയാ. അപ്പൊ നല്ല കോമഡി ഉണ്ടല്ലോ ശരി. നിങ്ങളുടെ ചേട്ടന്മാരുടെ തലയിൽ കൊണ്ടുവച്ച് കോമഡി മാറും. അപ്പൊ ഹാക്ക് സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. 10 മാർക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. അപ്പൊ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഹാക്കിലേക്ക് എത്തിയേക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ 2 ബലൂൺ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ചെരുപ്പാണ് നമുക്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ വീട്ടിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെരുപ്പാന്നാണ് ഇവര് പറയണത്. അപ്പൊ ഈ ഹാക്ക് വർക്കൗട്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഹാക്ക് സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആണ്. അവര് പറഞ്ഞ പോലെയാവും. പക്ഷെ ഈ ചെരുപ്പിട്ടോണ്ട് നമുക്ക് കറങ്ങാൻ പോകാനും അല്ലെങ്കിൽ എന്താ എവിടേക്കെങ്കിലും പോകാനും വീട്ടിൽ നടക്കാനൊന്നും പറ്റില്ല. ഇനിയിപ്പോ വലിയ ബലൂൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ കാലിങ്ങനെ അതിന്റെ ഇടയിൽ തന്നെ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ബലൂൺ വിട്ടുപോരാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹാക്ക് എല്ലാവരും ട്രൈ ചെയ്തോട്ടെ. നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു ഹാക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാലഞ്ച് ഒക്കെ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കുക. നല്ലൊരു മുട്ടൻ പണിയായിരിക്കും അവർക്ക്. പിന്നെ എന്താ പറയാ, അപ്പൊ ഇന്ന് നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പൊ പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ നമുക്ക് കമന്റ് സെഷൻ ആണുള്ളത്. അപ്പൊ നമുക്ക് കമന്റ് സെഷനിലേക്ക് പോവാം. ബർസ പറഞ്ഞങ്ങനെ ചേച്ചി എന്നെ പറഞ്ഞാലില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ലവ് യു ചേച്ചി. സുജാത രവി ചേച്ചിയുടെ എല്ലാ വീഡിയോയും അടിപൊളി കോമഡിയാ. പ്രശാന്ത് കൃഷ്ണ ചേച്ചി സൂപ്പർ വീഡിയോ. വിജോ വർക്കി യു ആർ സോ നൈസ് ചേച്ചി. മാർവൻ MKP ചേച്ചി പൊള്ളി. ആര്യ പ്രദീപ് ഞാൻ ചേച്ചിയുടെ വലിയ ഫാനാണ്. സഫീറ പൊള്ളി ചേച്ചി സമ്മതിച്ചു. നിത നിഹാൽ ബാബുരാജ് സൂപ്പർ ചേച്ചി. കവിത സഞ്ജീവ് ചേച്ചി ഞാൻ ചേച്ചി വീഡിയോ ഇടാൻ കാത്തിരിക്കുകയാണ്, വന്നു ഞാൻ. സദീഖ് അക്കടി ഓൾ വീഡിയോ സോ ഫണ്ണി. നൂറുദ്ദീൻ മക്കത്ത് കപ്പു സംസാരം കൊള്ളാൻ ചേച്ചി എനിക്ക് ഇഷ്ടമായി. രബിത ശ്രീനിലയം എനിക്ക് ചേച്ചിയുടെ വീഡിയോ നല്ല ഇഷ്ടമാണ്. ഹിബൂസ് ക്രാഫ്റ്റ് വേൾഡ് ഞാൻ ചേച്ചിയുടെ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്. ചേച്ചി നല്ല തമാശയാണല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിയുടെ തമാശ. ദിയ ആൻഡ് റിയ വിത്ത് ഫ്രണ്ട്സ് പറഞ്ഞേക്കണ് ഞാൻ എന്തായാലും വായിച്ചില്ലേലും അൺസബ്സ്ക്രൈബ് ചെയ്യില്ല. നൈസ് വീഡിയോ ലൈക്ക് ഓൾവേസ്. താങ്ക്സ് ഡിയർ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കമന്റ്സ് അയച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ എല്ലാവർക്കും സന്തോഷമായി വിചാരിക്കണം. അപ്പൊ ഇനി ഒരുപാട് പേരുടെ കമന്റ്സ് നമ്മൾ വായിക്കാണ്ടിട്ട്. അപ്പൊ നമ്മള് 40K ആണ് ഇനി കുറെ പേരെ പേര് വായിക്കാൻ പോണത്, മറക്കണ്ട. അപ്പൊ എല്ലാവരും ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ 40K കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ എല്ലാവരും പേര് വായിക്കുന്നതാണ്. എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഫോളോ ചെയ്യാം. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അടിപൊളി കമന്റ്സ് അയക്കാൻ മറക്കരുത്. അപ്പൊ നമ്മള് നെക്സ്റ്റ് കമന്റ് സെഷനിൽ വായിക്കുന്നതാണ്. പിന്നെ എന്താ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ ഇനി എന്തൊക്കെ അടുത്ത ഹാക്സ് നമ്മൾ ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മള് നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.